ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് അവരൊരു എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ലീഡ് എന്ന് പറയുന്നത്. അവിടെ ഒത്തിരി ഇവൻറ്റ്ഫുൾ ആണ്. അതായത് അവിടെ പ്രോഗ്രാം നടക്കാത്ത ഒരു ദിവസമില്ല. അവിടെ തൊമ്മൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഉള്ള സ്ഥലങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സെമിനാർ ഹാൾസും കാര്യങ്ങളൊക്കെ തന്നെ തൊമ്മൻ പുറത്തുള്ള പ്രോഗ്രാംസിനും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ടാവും. ധോണി പറയുന്ന ഗ്രാമമാണ്. ആ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ്, ആ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് എന്ത് സഹായത്തിന് വേണ്ടി വരുന്ന സ്ഥലമാണ് കോളേജ് എന്ന് പറയുന്നത്. കല്യാണം നടക്കാറുണ്ട്, എൻഗേജ്മെന്റ് നടക്കാറുണ്ട് അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള. ലീഡിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള ആളെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് കുറേ കൺട്രോൾ കിട്ടും. കോളേജിന്റെ ഓപ്പറേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ്സ് റിയലി ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ പറയുന്നതിന് ഒരു വോയിസ് ഉണ്ട്. അപ്പം നമുക്കത് പറയുന്ന കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കൂടെ പറ്റും. അത് വെറുതെ കേട്ട് പോവാന്നുള്ളത് മാത്രമല്ല, ചെയ്യാന്നുള്ളത് കേട്ടല്ല, അത് അവിടെ ഇംപ്ലിമെന്റ് ആവുകയും ചെയ്യും. ലീഡിന്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലീഡിൽ എപ്പോൾ വേണമെങ്കിലും അലുമിനീസിന് കോളേജിലേക്ക് പോവാം. അപ്പോൾ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ പാലക്കാട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലീഡിലെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യുക, കോളേജിലായിരിക്കും സ്റ്റേ ചെയ്യുക. അവിടേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്റ്റലോ അല്ലെങ്കിൽ അവിടെ കുറേ ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്ക് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടിന്റെ മാരേജിന് വേണ്ടി പോവാണ്. ഞാൻ തലേ ദിവസം സ്റ്റേ ചെയ്യുന്നത് കോളേജിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ തന്നെ നമുക്ക് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. ദാറ്റ്സ് നോട്ട് എ നോർമൽ കോളേജ്.